സഹായി വയോജന ക്ലബിന്റെ 11ാം വാർഷികാഘോഷവും വയോജന ദിനാചരണവും ചെറിയപല്ലന്തുരുത്ത് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്നു. യൂട്യൂബ് ഫെയും അമ്മാമ്മയും കൊച്ചുമോനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പറവൂർ സഹായി വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും 11ാമത് വാർഷികാഘോഷവും ലയൺസ് ക്ലബ്ബ് ഓഫ് പറവൂർ റോയൽ മുസ്ലിസിന്റെ സഹകരണത്തോടെ ചെറിയപല്ലന്തുരുത്ത് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യൂട്യൂബ് ഫെയും അമ്മാമ്മയും കൊച്ചുമോനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സഹായി പ്രസിഡന്റ് ജോസഫ് പടയാട്ടി അധ്യക്ഷത വഹിച്ചു. ഒരു നേരി കാണാനായിട്ട് അവസരം നമ്മൾ ഒരുക്കുകയാണ് ചെയ്തത്. ഏതായാലും നമ്മൾ അമ്മമാരും കൊച്ചുമോനൊക്കെ ചെന്ന് കാണാനായിട്ട് ചെന്നപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഓരോ സ്നേഹവും സന്തോഷവും നമുക്ക് പകർന്നു കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരിയേറെ പരിപാടികളുള്ളതിന് വരും ഞാൻ കൂടുതൽ നേരിട്ടുമില്ല. നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിനും സഹകരണത്തിനും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ നിന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കലും കൂടി സ്നേഹപൂർണ്ണമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹായി മുൻ സെക്രട്ടറി ജോയ് പാലാട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏഷ്യാനെറ്റ് അവാർഡ് ജേതാവ് KPSC സജീവിനെ ചടങ്ങിൽ അനുമോദിച്ചു. ചിറ്റാറ്റുകര പഞ്ചായത്ത് മെമ്പർമാരായ ധന്യ ബാബു, MK രാജേഷ്, ലയൺസ് ക്ലബ്ബ് ഓഫ് പറവൂർ റോയൽ മുസ്ലിസ് പ്രസിഡന്റ് CJ തോമസ്, മരണാനന്തര സഹായ സംഘം സെക്രട്ടറി CK ചന്ദ്രൻ, സഹായി മുൻ പ്രസിഡന്റ് TV ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സൂപ്പർവൈസർ ഡോക്ടർ സീന S തുരുത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സഹായി സെക്രട്ടറി MK ശശി സ്വാഗതവും ഒടംഗം NK ദിലീപ് നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. പ്രവർത്തനങ്ങളുമായിട്ടാണ് സഹായി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഞങ്ങൾ മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ തന്നെ സ്വന്തം കയ്യിൽ നിന്നെടുത്തുള്ള ചെറിയ പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് ചെറിയപല്ലന്തുരുത്ത് കോഴിക്കോട് പ്രദേശത്തുള്ള ഈ ആളുകളെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു വർഷത്തിൽ 3-4 പരിപാടികൾ ഞങ്ങൾ ഈ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സംഘടിപ്പിക്കുന്ന കൂട്ടായ്മകളിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രായമുള്ള ആളുകൾ ഞങ്ങളെ കാണുമ്പോൾ എന്തായി സഹായിയുടെ മീറ്റിംഗ് ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ഇനിയും കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടുതൽ ഇടവേളകൾ വരാത്ത തരത്തിൽ ഈ വയോജനങ്ങളെ ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് മാനസികമായ ഒരു ആരോഗ്യം, സന്തോഷം പ്രദാനം ചെയ്യുക എന്നതാണ് സഹായിയുടെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്.